ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 78. 2 തൂണുകളിലാണ് ഈശോ മതബോധനം പണിതുയർത്തിയത്. അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവർ ബേമ ഉപയോഗിക്കാൻ, വചനവേദി ഉപയോഗിക്കാൻ മടിക്കുന്നത്. മാത്രമല്ല, ബേമയിൽ നിന്നും ബലിപീഠത്തിലേക്കുള്ള ആ യാത്ര അത് നടത്താൻ അവർക്ക് താല്പര്യമില്ലാത്തത്. ക്വാക്വാന എന്ന് പറയുന്ന കെസ്ത്രോമയിലൂടെ മതബഹിലേക്ക് പോവുക, തിരിച്ചു വരിക, ആ യാത്രയ്ക്കെല്ലാം അർത്ഥമുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്തതോ ഈ പറഞ്ഞ ഈ 2 തൂണുകൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കത്തോലിക്ക സഭയുടെ മതബോധനം 1094 ആണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധനം 1094. പഴയ നിയമം, പുതിയ നിയമം എന്നീ 2 ഉടമ്പടികളുടെ ലയത്തിന്മേലാണ് കർത്താവിന്റെ പെസഹ ബോധനം പണിയപ്പെട്ടിരിക്കുന്നത്. ലൂക്കാസ് 14:13-29, ദൈവവർബം 14 മുതൽ 16 വരെ ഖണ്ഡികകൾ. പിന്നെ സ്ലീഹന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും പെസഹായുടെ മതബോധനത്തിന്റെ അടിത്തറയും ഇതുതന്നെ. പഴയ നിയമത്തിലെ അക്ഷരങ്ങളുടെ അടിയിൽ നിഗൂഢമായി ഒളിഞ്ഞിരിക്കുന്ന മിശിഹായുടെ രഹസ്യത്തെ മറ നീക്കി വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഈ മതബോധനമാണ്. ഇതിനെ സൂചക ബോധനം, ടിപ്പോളജിക്കൽ അഥവാ പ്രതിരൂപാത്മക ബോധനം എന്ന് വിളിക്കുന്നു. കാരണം ആദ്യത്തെ ഉടമ്പടിയിലെ പ്രവൃത്തികൾ, വാക്കുകൾ, പ്രതീകങ്ങൾ എന്നിവ അറിയിക്കുന്ന സൂചകങ്ങളുടെ, വിശേഷ ദൃഷ്ടാന്തങ്ങളായ പ്രതിരൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ക്രിസ്തുവിന്റെ പുതുമ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവെന്ന ആരംഭ ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് പുറകോട്ട് സത്യത്തിന്റെ ആത്മാവിൽ പുനരാഖ്യാനം ചെയ്യുമ്പോൾ ആ പ്രതീക സൂചകങ്ങൾ അനാവൃതമാകുന്നു. 2 കൊരിന്തോസ് 3:14 മുതൽ 16 വരെ. അങ്ങനെ മഹാപ്രളയവും നോഹയുടെ പേടകവും അതോടൊപ്പം മേഘവും ചെങ്കടൽ കുറുകെ കിടക്കുന്നതും ജലസ്നാനത്തിലൂടെയുള്ള രക്ഷയുടെ മുൻകൂട്ടിയുള്ള പ്രതീക സൂചകങ്ങളാണ്. 1 പെത്രോസ് 3:21. ക്രിസ്തുവിൽ നിന്നുള്ള ആധ്യാത്മിക നന്മകളെയാണ് പാറയിൽ നിന്നുള്ള ജലം പ്രതിരൂപാത്മകമായി ആവിഷ്കരിക്കുന്നത്. സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പമായ വിശുദ്ധ കുർബാനയെ മരുഭൂമിയിൽ വെച്ച് നൽകപ്പെട്ട മന്ന മുൻകൂറായി പ്രതീകവൽക്കരിക്കുന്നു. യോഹന്നാൻ 6:32, 1 കൊരിന്തോസ് 10:1 മുതൽ 6 വരെ. നമുക്കൊന്ന് ഇംഗ്ലീഷ് കൂടി ഒന്ന് കേൾക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന പുസ്തകം POC ഇറക്കിയിരിക്കുന്നത്, അതും വായിച്ചു നോക്കാം. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായ തർജ്ജമയാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ തർജ്ജമയായിട്ടും ഒത്തുനോക്കാം. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1094. It is on the harmony of the 2 testaments that the Paschal catechesis of the Lord is built. Gospel of Luke, chapter 24, 13-49, Dei Verbum 14-16, and then that of the apostles and the fathers of the church. This catechesis unveils what lay hidden under the letter of the Old Testament, the mystery of Christ. It is called typological because it reveals the newness of Christ on the basis of the figures or types which announce him in the deeds, words, and symbols of the first covenant. By this rereading in the spirit of truth, starting from Christ, the figures are unveiled. 2 Corinthians chapter 3 verses 14-16. Thus, the flood and Noah's ark prefigured salvation by baptism, 1 Peter 3:21, as did the cloud and the crossing of the Red Sea. Water from the rock was the figure of the spiritual gifts of Christ, and manna in the desert prefigured the Eucharist, the true bread from heaven. John 6:32, 1 Corinthians 10:1-6.
ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആ വാചകം മാത്രം നമുക്കൊന്ന് പഠിക്കാം. പഴയ നിയമം, പുതിയ നിയമം എന്നീ രണ്ട് ഉടമ്പടികളുടെ ലയത്തിന്മേലാണ് കർത്താവിന്റെ പെസഹ ബോധനം പണിയപ്പെട്ടിരിക്കുന്നത്. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. രണ്ട് ഉദാഹരണങ്ങൾ. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതാണ്? മർക്കോസിന്റെ സുവിശേഷം. എന്നാൽ നമ്മൾ പുതിയ നിയമം എടുക്കുമ്പോൾ അതാണ് ആദ്യം കാണുന്നത്? അല്ല, മത്തായിയുടെ സുവിശേഷമാണ്. എന്തേ അങ്ങനെ ചെയ്തത്? ഇനി പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഏതാണ്? മിക്കവാറും തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അല്ലെങ്കിൽ ഗലാത്യ ലേഖനം, മിക്കവാറും ഫസ്റ്റ് തെസ്സലോണിയൻസ്. എന്തേ അത് വെച്ച് തുടങ്ങിയില്ല? അപ്പൊ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, ഒരു കലണ്ടർ സമയമനുസരിച്ചുള്ള ഒരു സമയപട്ടിക വെച്ചിട്ടല്ല പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം വെച്ച് പുതിയ നിയമം തുടങ്ങാതെ മത്തായിയുടെ സുവിശേഷം വെച്ച് തുടങ്ങി? അതിന് കാരണമുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ എല്ലാം ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല, ഒരെണ്ണം ചർച്ച ചെയ്യാം. മത്തായി സുവിശേഷം എഴുതുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു സുവിശേഷം എഴുതുന്നു എന്നല്ല കണക്കാക്കിയത്, മറിച്ച് പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം എഴുതി കളയാമെന്നാണ്. കാരണം പഴയ നിയമത്തിൽ ഏതെല്ലാം പുസ്തകങ്ങൾ വേണമെന്ന് മത്തായി സുവിശേഷം എഴുതുന്ന കാലത്തും തീർച്ചപ്പെടുത്തിയിരുന്നില്ല. ഏതെല്ലാം പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തണമെന്ന് മത്തായി സുവിശേഷം എഴുതുന്ന കാലത്ത് പോലും പഴയ നിയമത്തിന്റെ കാനൻ നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ അവസാനത്തെ പുസ്തകം എഴുതാമെന്നുള്ള മട്ടിലാണ് മത്തായി തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകത്തിൽ ആദ്യത്തെ വാക്കെന്താണ്? ബിബ്ലോസ് ഗനേസയോസ്, വംശാവലി ഗ്രന്ഥം എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. ബിബ്ലോസ് ഗനേസയോസ്, ഉത്പത്തി ഗ്രന്ഥം എന്നും തർജ്ജമ ചെയ്യാം. ജനേസിസ് ഉത്പത്തി എന്നാണ് അതിന്റെ ഒറിജിനൽ വാക്ക്. അതിന്റെ ജെനിറ്റീവ് ആണ് ഗനേസയോസ്. നമ്മൾ പഴയ നിയമം എടുത്തു കഴിഞ്ഞാല് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതൽ 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വരെ ആമുഖമാണ്. പിന്നെ 2:4 ശരിക്കും ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത്. ആദ്യത്തെ വാക്കുകൾ എന്താണ്? ബിബ്ലസ് ഗനേസയോസ്. ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും വംശാവലി ചരിത്രം എന്ന് പറഞ്ഞിട്ടാണ് ബൈബിൾ തുടങ്ങണേ പഴയ നിയമത്തില്. അതേ മട്ടിൽ തന്നെയാണ് മത്തായി സുവിശേഷം ആരംഭിക്കുന്നത്. ബിബ്ലോസ് ഗനേസയോസ്, വംശാവലി ഗ്രന്ഥം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 10 വംശാവലി ഗ്രന്ഥങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്ന വംശാവലി ഗ്രന്ഥത്തോടു കൂടിയാണ്. അപ്പോൾ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി എങ്ങനെയാണോ ആരംഭിച്ചത് അതുപോലെ ആരംഭിക്കുക. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം ആരംഭിച്ചതുപോലെ ബൈബിളിലെ പഴയ നിയമത്തിൽ അവസാനത്തെ പുസ്തകം അവസാനിപ്പിക്കുക. ഈ ഒരു ചിന്തയോടുകൂടിയാണ് മത്തായി സുവിശേഷം എഴുതിയത്. അപ്പൊ പഴയ നിയമത്തിൽ അവസാനത്തെ പുസ്തകം ആയിട്ട് എഴുതിയെങ്കിൽ അതല്ലേ പുതിയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകമായിട്ട് വരേണ്ടത്? അപ്പോഴല്ലേ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു പാലം ഉണ്ടാകുക. ആ പാലമാണ് മത്തായിയുടെ സുവിശേഷം. അപ്പോൾ പഴയ നിയമത്തെയോ, അതായത് നിയമത്തെയോ പ്രവാചകന്മാരെയോ, അത് പഴയ നിയമത്തിലുള്ള ഒരു പ്രയോഗമാണിത്, റദ്ദാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്നാണ് മത്തായിയുടെ സുവിശേഷം 5:17 വാചനം കിടക്കണേ. നിയമത്തെയോ പ്രവാചകന്മാരെയോ റദ്ദാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആ പൂർത്തിയാക്കപ്പെടുന്നതാണ് മത്തായിയുടെ സുവിശേഷം. കർത്താവ് പൂർത്തിയാക്കിയത്, ആ പൂർത്തിയാക്കിയതിനെ കുറിച്ചുള്ള മത്തായിയുടെ സുവിശേഷ രചന, അത് ഈ പഴയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകമായിട്ടാണ് മത്തായി സംവിധാനം ചെയ്തത്. എന്താണ് ഇതിന്റെ പ്രസക്തി? പഴയ നിയമവും പുതിയ നിയമവും ഇങ്ങനെ അത് രണ്ട് ഉടമ്പടികളുടെ ലയം. ആ ലയത്തിന്മേലാണ് കർത്താവിന്റെ പെസഹ ബോധനം പണിതത്. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഒന്നാമത്തെ ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം ലൂക്കാസിന്റെ സുവിശേഷത്തില് 24-ാം അധ്യായം 25-27 വാക്യങ്ങൾ നോക്കിയേ. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, അയ്യോ ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിച്ഛേദിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിരുന്നില്ലേ? മോശെ തുടങ്ങി സകല പ്രവാചകന്മാരും സകല തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഞാൻ ഇതിന്റെ വ്യാഖ്യാനം വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അയ്യോ ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഇത് നമ്മൾ എറണാകുളത്തെ പല വേദശാസ്ത്രികൾക്കും, എറണാകുളത്ത് മാത്രമല്ല
കത്തോലിക്ക സഭയിലും പ്രൊട്ടസ്റ്റന്റ് സഭയിലുള്ള പല വേദശാസ്ത്രങ്ങളും പറയുന്ന കർത്താവ് പറയുന്നതാ. എത്രയോ പേര് എന്റെ വീഡിയോയുടെ താഴെ കമന്റുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ, ശാസ്ത്രബോധമില്ലാത്ത ആളുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ അതനുസരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ വിവരമില്ലാത്ത ആളുകള്, ബോധമില്ലാത്ത ആളുകള്, സയൻസ് ശാസ്ത്രം ഇതുപോലെ വികസിക്കാത്ത കാലത്ത് എഴുതിയ ഇങ്ങനെയുള്ള തിരുവചനം എന്ന് പറയുന്ന സംഗതി നമ്മളിപ്പോ പാലിക്കേണ്ട കാര്യമുണ്ടോ? അവരോട് കർത്താവീശോമിശിഹ പറയുന്ന വചനമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ശാസ്ത്രബോധം ഇല്ലാത്തവരെ എഴുതി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ ദൈവവചനമാകും? അത് തിരുവചനമാകും? അപ്പൊ ഇത് ഒന്നാമത്തെ ശാസ്ത്രം പഠിപ്പിക്കാനല്ല അത് എഴുതിയിരിക്കുന്നത്, ദൈവശാസ്ത്രമാണ്. ആ ദൈവശാസ്ത്ര കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അതിന്റെ കാരണം കുറച്ചുകൂടി വിശദമായ കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ പറയാം. അപ്പോൾ നോക്കുക, സകല തിരുവെഴുത്തുകളിലും മോശ തുടങ്ങി സകല പ്രവാചകന്മാരും സകല തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഈശോ പഠിപ്പിച്ചത്. പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രക്ഷാചരിത്രത്തിന്റെ സംഗ്രഹ രൂപമാണ് ഉത്ഥിതനായ കർത്താവ് എമ്മാവസിലേക്ക് വന്ന ശിഷ്യന്മാർക്ക് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വ്യാഖ്യാതാവില്ലാതെ വേദത്താളുകൾ മനസ്സിലാകില്ല. സ്ലീഹന്മാരുടെ നടപടി 8:31 അത് എഴുതിയിട്ടുണ്ട്. വ്യാഖ്യാതാവില്ലാതെ എങ്ങനെ മനസ്സിലാകും? അപ്പൊ യേശുവിന്റെ ജനനം, ശുശ്രൂഷ, മരണം, ഉത്ഥാനം ഇതെല്ലാം പഴയ നിയമത്തിൽ സൂചിതമായിട്ടുണ്ട്. യേശുവിന്റെ ജനനം മത്തായി 1:23, 2:6, പഴയ നിയമത്തില് യെശയ്യാ 7:14. പരസ്യ ശുശ്രൂഷ മത്തായിയുടെ ലൂക്കാസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-19, പഴയ നിയമത്തില് യെശയ്യായുടെ പുസ്തകം 61. മരണം ലൂക്കാസിന്റെ സുവിശേഷം 20:17, സ്ലീഹന്മാരുടെ നടപടി 8-ാമത്തെ അധ്യായം 32-33. ഉത്ഥാനം മത്തായിയുടെ സുവിശേഷം 12:40, സ്ലീഹന്മാരുടെ നടപടി 2:24-28, കത്തോലിക്ക മതബോധനം 652. തേജസ്സോടെയുള്ളവന്റെ മിശിഹായുടെ ഭരണം ദാനിയേൽ 7. ഇവയെല്ലാം പഴയ നിയമത്തില് പൂർവ്വകൽപ്പിതമായി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കർത്താവ് ഈശോമിശിഹ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന വാഗ്ദാനങ്ങളുടെയും പ്രവചനങ്ങളുടെയും സാകല്യ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് മാത്രമേ യേശുവിനെ മനസ്സിലാക്കാൻ പറ്റൂ. ഇതാണ് കർത്താവ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും സകല തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തെന്ന് പറയണേ. മൂന്നാമതായി ആദിമസഭ കടന്നുപോയ അനുഭവം തന്നെയാണ് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരിലൂടെ പുറത്തു വരുന്നത്. മഹാത്മാവ്, പ്രവാചകൻ, മിശിഹാ രാജാവ് എന്നെല്ലാം അവർ വിശ്വസിച്ച യേശുവിന്റെ കുരിശിലെ നാണം കെട്ട മരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണെന്നാണ് അവർ പഠിച്ചിരുന്നത് പഴയ നിയമത്തിൽ, നിയമാവർത്തന പുസ്തകം. പക്ഷേ ഒരു സാവകാശം അവരൊരു കാര്യം തിരിച്ചറിയാൻ തുടങ്ങി. യേശുവിന്റെ ഈശോമിശിഹായുടെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവങ്ങളിലും പഴയ നിയമത്തിലെ വചനങ്ങള് ദിവ്യപ്രകാശം പ്രസരിച്ച് നിൽക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും പഴയ നിയമത്തിലെ വചനങ്ങൾ അർത്ഥസമ്പുഷ്ടമാക്കുകയാണ്. ഇതുവരെ വചനം മാത്രമായി നിലനിന്നതാണ് പഴയ നിയമം. ഇപ്പോൾ അതിലവിടെ നിഗൂഢമായിരുന്ന ആ വചനങ്ങള് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു, ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വചനത്തിൽ നിഗൂഢമായിരുന്ന അർത്ഥതലങ്ങള് വെളിപ്പെട്ടു വരുന്നു. വചനത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന അതിന്റെ ഉള്ളറ രഹസ്യങ്ങള് തുറക്കപ്പെടുന്നു. ക്രിസ്തു സംഭവം, നസറത്തിൽ യേശുവിൽ സംഭവിച്ച ക്രിസ്തു സംഭവം, അതിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ നോക്കിയപ്പോഴാണ് പഴയ നിയമത്തിന് അർത്ഥം മനസ്സിലായത്, അതിന്റെ ഉള്ളറ രഹസ്യങ്ങൾ പുറത്തു വരുന്നത്. യേശുവിന്റെ ജീവിതത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിച്ചപ്പോഴാണ് യേശു ആരെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ പഴയ നിയമത്തിന് ഒരു പുതിയ ഭാഷ്യമുണ്ടാകുന്നു. യേശു ആരാണെന്ന് വെളിപ്പെടുന്നു. യേശുവിന്റെ മരണം എന്ന ചരിത്ര സംഭവത്തെ പഴയ നിയമ വചനങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ് ഉത്ഥിതനായ യേശു ഈ എമ്മാവസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് കൊടുത്ത ആ മതബോധനത്തിലൂടെ നമ്മളോടും വെളിപ്പെടുത്തുന്നത്. ഇതുതന്നെയാണ് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 2 മുതൽ 4 വരെ നമ്മൾ കാണുന്നത്. ഉത്ഥിതനായ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു 40 ദിവസം. അങ്ങനെയെങ്കിൽ സഭ രൂപം പ്രാപിച്ചു വരുന്ന കാലത്ത് അതിന്റെ ഏറ്റവും ആദ്യ
ബാല്യദിശയിൽ തന്നെ ക്രിസ്തു സംഭവത്തിന്റെ ഉള്ളര രഹസ്യങ്ങൾ മനസ്സിലാക്കാനും അവ ഉൾക്കൊള്ളാനുമുള്ള ശ്രമം ആദിമസഭ നടത്തിയെന്നാണ്. ആദിമസഭ രൂപമെടുക്കാൻ തുടങ്ങിയ കാലയളവിൽ തന്നെ അവരുടെ പഠന പ്രക്രിയ, പ്രബോധന പാഠ്യ പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ്. നമ്മൾ കെരിക്മ എന്നൊക്കെ പറയില്ലേ, ഡിഡാഹ എന്ന് പറയില്ലേ, ഇതൊക്കെ തുടക്കം മുതലുണ്ട്. മറ്റ് പല വേദശാസ്ത്രികളും സെമിനാരി പഠിപ്പിക്കുന്നത് അതൊക്കെ 10-35 കൊല്ലം കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് വേറെ ആരോ പറഞ്ഞു കൊടുക്കുന്ന. ഈശോ അല്ലാണ്ട് പിന്നെ ആരാ ഈശോയെ പോലെ പഠിപ്പിക്കാൻ കേൾപ്പുള്ളവരുണ്ടായിരുന്നേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടായാൽ തന്നെ അത് സ്വീകരിക്കപ്പെടുമായിരുന്നോ? ഈശോയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒരു പാഠ്യപദ്ധതി, പ്രബോധന പാഠ്യപദ്ധതി, പഠന പ്രക്രിയ സഭയുടെ തുടക്കം തൊട്ട്, അതായത് ഈശോമിശിഹ ഉത്ഥാനം ചെയ്ത അന്ന് തൊട്ടുണ്ട്. 40 ദിവസത്തേക്ക്, അതായത് സ്വർഗാരോഹണത്തിന് മുമ്പ്, ഉത്ഥാനം മുതൽ സ്വർഗാരോഹണത്തിന് മുമ്പ് 40 ദിവസത്തേക്ക് കർത്താവ് ഈശോമിശിഹ തന്നെ പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. സ്ലേഖന്മാരുടെ നടപടി 1-3-4 വാക്യങ്ങൾ. അപ്പോൾ യേശുവിൽ സംഭവിച്ച സംഭവവും പഴയ നിയമത്തിലെ വചനങ്ങളും തമ്മിലുണ്ടായ ഒരു സംയോജനം ചെയ്ത് കോർത്തനയ്ക്ക് വ്യാഖ്യാനിച്ചപ്പോഴാണ് പഴയ നിയമത്തിന് അർത്ഥം കിട്ടിയത്, യേശു ആരെന്ന് മനസ്സിലായത്. ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാ. യേശു ആരെന്ന് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം അറിയണം. അതുപോലെ പഴയ നിയമത്തിന്റെ പൊരുൾ തിരിച്ചറിയണമെങ്കിൽ യേശുവിൽ സംഭവിച്ച ആ ക്രിസ്തു സംഭവം കൊണ്ട് താക്കോലും കൊണ്ട് പഴയ നിയമം വായിക്കണം. ഒരു വിധത്തിലും വിശദീകരിക്കാനാവാത്ത സംഭവമായി തോന്നിയ കുരിശുമരണം, അവരുടെ ദൃഷ്ടിയിൽ യേശുവിന്റെ വ്യക്തിത്വത്തിനും സന്ദേശത്തിനും നിരക്കാത്ത മരണം, അവരുടെ ഈ സ്ലീഹന്മാരുടെ ആത്മാവിലുണ്ടാക്കിയ അന്ധകാരത്തിൽ നിന്നും സാവധാനം അവർ വെളിച്ചത്തിലേക്ക് നയിച്ചത് ഈ പാഠ്യപദ്ധതിയാണ്. പഴയ നിയമത്തിലെ വചനങ്ങളുടെ വെളിച്ചത്തിൽ യേശുവിനെ വ്യാഖ്യാനിച്ചതാണ്. ഇന്ന് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് യേശു ആരെന്ന് മനസ്സിലാകാത്തത്. ഇനി രസകരമായ സംഗതി, ഈശോമിശിഹ തന്നെയാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് നേതൃത്വം കൊടുത്തത്. അതാണ് ഈ അമ്മാവസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കഥയിൽ കാണുന്നത്. ഉത്ഥിതനായ യേശുവിനോടൊത്ത് യാത്ര ചെയ്യുകയും അവനോട് സംസാരിക്കുകയും അവന്റെ സാന്നിധ്യത്തില് സത്യാന്വേഷണം നടത്തുകയും അവന്റെ അപ്പം മുറിക്കൽ പങ്കെടുക്കുകയും ചെയ്തപ്പോഴാണ് ലൂക്കാസ് 24:15, അപ്പോഴാണ് അവര് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് പിറന്നു വീണത്. ഇപ്പോൾ ഈ യേശുവിനോടുള്ള ഒത്തുള്ള യാത്ര, അവനോടുള്ള സംസാരം, അവന്റെ സാന്നിധ്യത്തിൽ സത്യാന്വേഷണം നടത്തുക, അവന്റെ അപ്പം മുറിക്കൽ പങ്കെടുക്കുക, ഇതില്ലാത്ത കുറെ വിഭാഗങ്ങളുണ്ട്. പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികള്, പിന്നെ ദൈവസഭക്കാര്, കൃഷ്ണ ഡെൽഫിയൻസ്, ബോണഗൻ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റന്റുകാർ ബൈബിളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ അപ്പം മുറിക്കലില്ല. അപ്പോൾ ഈ എമ്മാവുസിലേക്ക് ശിഷ്യന്മാർ എന്താ പറഞ്ഞത്? അവൻ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഹൃദയം ജ്വലിച്ചു, അപ്പം മുറിക്കുമ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഈ അപ്പം മുറിക്കൽ പ്രൊട്ടസ്റ്റന്റുകാർക്കില്ല, യഹോവ സാക്ഷികൾക്കില്ല, പെന്തക്കോസ്തക്കാർക്കില്ല, ദൈവസഭക്കാർക്കില്ല. അപ്പോൾ ഹൃദയം ജ്വലിക്കും അവരുടെ, പക്ഷെ കണ്ണ് തുറക്കില്ല. കണ്ണ് തുറക്കാത്തതുകൊണ്ട് അവർക്ക് കർത്താവിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണോ? തെറ്റല്ല, അപര്യാപ്തമാണ്, ഇൻസഫിഷ്യന്റ് ആണ്. അവർ വീടാന്തരം കയറിയിറങ്ങിയിട്ട് സംസാരിക്കുന്നതൊക്കെ ഗംഭീരം തന്നെ, നല്ല മിഷനാണ്, കത്തോലിക്കര് അനുകരിക്കേണ്ടതാണ്. പക്ഷേ ഹൃദയം ജ്വലിക്കുന്നുണ്ട്, കണ്ണ് തുറക്കുന്നില്ല. കണ്ണ് തുറക്കാത്തതിന് കാരണം അപ്പം മുറിക്കലില്ല, അവർക്ക് വിശുദ്ധ കുർബാനയില്ല. ഇതെല്ലാം വേണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ചുരുക്കത്തില് അന്ധകാരത്തിലും പ്രകാശത്തിലേക്ക് പിറന്നു വീഴണമെങ്കിൽ ഈ മോശയും പ്രവാചകന്മാരും, അതായത് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് വചന ശുശ്രൂഷ. അത് കഴിഞ്ഞാൽ ആ രഹസ്യത്തിലേക്ക് കടക്കണം. അതാണ് ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന. അർത്ഥശൂന്യമെന്നും നിരർത്ഥകമെന്നും കരുതിയ സംഭവം, കർത്താവിന്റെ കുരിശുമരണം, മനുഷ്യന്റെ ജീവിതയാത്രയുടെ ആന്തരാർത്ഥം തന്നെ യഥാർത്ഥത്തിൽ വെളിപ്പെടുന്ന ദീപസ്തംഭമായി മാറുകയായിരുന്നു. ഈ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും പഴയ നിയമത്തിലെ വചനങ്ങളും കൊണ്ട് വ്യാഖ്യാനിച്ചപ്പോൾ നശീകരണത്തിന്റെയും തിന്മയുടെയും ശക്തിയെ വെല്ലുന്ന പൊരുളാണ് ഈ കുരിശ് എന്ന ജ്ഞാനോദയമാണ് ഇവർക്ക് ഉണ്ടായത്. നിങ്ങൾക്ക് നസറത്തിൽ യേശു എന്ന് പറഞ്ഞിട്ടുള്ള ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം, അതിന്റെ 2ാമത്തെ വോള്യം 327 മുതൽ വായിക്കാം. മലയാളത്തിൽ കിട്ടും, ആളൊരു ബിബ്ലി അക്കാദമിയിൽ കിട്ടും. അത് നമ്മളത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും നല്ല പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയി ചോദിച്ചാൽ അവർ പറയുക നസ്രത്തിൽ യേശു എന്ന് പറഞ്ഞ 3 പുസ്തകങ്ങളാണ് ബെനഡിക്ട് മാർപ്പാപ്പയുടെ. അത് മലയാളത്തിൽ നമുക്ക് കിട്ടും.
അപ്പൊ അത് നിങ്ങൾ വാങ്ങിച്ച് വായിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, യേശു ആരെന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരും യേശുവും തമ്മിലുള്ള സംവാദത്തിലെ അന്വേഷണത്തിന്റെയും വളർച്ചയുടേതുമായ പ്രക്രിയ ഈ ബാല്യ ദശയിലായിരുന്ന സഭയുടെ തന്നെ അവസ്ഥയാണ്. ഈ കർത്താവ് ഉത്ഥാനം ചെയ്ത് അന്നാണ് ഈ എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ പോണേ. അപ്പോൾ ബാല്യദശയിലായിരുന്ന ആദിമ സഭയുടെ തന്നെ അനുഭവമാണ് ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം. തിരുവുത്ഥാനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവിനോട് യാത്ര ചെയ്യാൻ വരം ലഭിച്ച ക്രിസ്തുവിന്റെ അനുയായികള് പഴയ നിയമം പുതിയ ഉണർവോടെ, പുതിയ ഭാവാനുഭൂതിയില്, പുതിയ അർത്ഥതലങ്ങളില് വായിക്കാനും പഠിക്കാനും നിർബന്ധരായി. വിശുദ്ധ ലിഖിതങ്ങളിലെ വചനങ്ങളല്ല ഈ സവിശേഷ തരത്തിൽ അവതരിപ്പിക്കാനും ഓരോ സംഭവത്തും വിവരിക്കാനും പ്രേരിപ്പിച്ചത്. പിന്നെന്താണ്? യേശുവിൽ പൂർത്തിയായ നിർണായക സംഭവങ്ങള്, ആദ്യം അഗ്രാഹ്യമായിരുന്ന സംഭവങ്ങൾ തന്നെ വിശുദ്ധ ലിഖിതങ്ങളെ വേറൊരു രീതിയിൽ മനസ്സിലാക്കാൻ അവരെ നിർബന്ധരാക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കാര്യമുണ്ട്. യേശു ആരെന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ വചനങ്ങളുടെ വെളിച്ചത്തിൽ അവനെ കാണണം. പഴയ നിയമത്തിലെ പൊരുളുകൾ തിരിച്ചറിയണമെങ്കിൽ യേശുവിൽ നിറവേറിയ സംഭവങ്ങൾ എന്ന് പറഞ്ഞ ക്രിസ്തു സംഭവത്വം എന്ന താക്കോൽ ഉപയോഗിച്ചിട്ട് പഴയ നിയമം വായിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒന്നുകൂടി പറയാ, യേശു ആരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഴയ നിയമത്തിലെ വചനങ്ങൾ വെച്ചിട്ട് അതെങ്ങനെയാണ് യേശുവിൽ നിറവേറിയതെന്ന് തിരിച്ചറിയണം. യേശു എന്ന ആളെ ഉപയോഗിച്ചിട്ട് ആ ആളെ കൊണ്ട്, ആ ആളാകുന്ന താക്കോല് കൊണ്ട് പഴയ നിയമം വായിച്ചാലാണ് അതിന്റെ പൊരുളുകള്, അടിത്തട്ടിലേക്ക് പോകുന്ന പൊരുളുകൾ തിരിച്ചറിയുക. അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന അർത്ഥമല്ല അവിടെ ഉള്ളത്. വ്യത്യാസങ്ങൾ വരും. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും. ചുരുക്കത്തില് പഴയ നിയമത്തിലെ വചനവും ചരിത്രത്തിൽ സംഭവിച്ച ക്രിസ്തു സംഭവവും ഇവ തമ്മിലുള്ള ആന്തരിക പൊരുത്തം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ യേശു തന്നെ അത് വ്യാഖ്യാനിച്ചപ്പോഴാണ്, ഉത്ഥിതനായ കർത്താവിന് കേൾക്കാൻ തയ്യാറായപ്പോഴാണ്. അപ്പോൾ പീഡാസഹനത്തെക്കുറിച്ചുള്ള വിവരണത്തിന്റെ ഘടനയ്ക്ക് മാത്രമല്ല ഈ പഴയ നിയമത്തിലെ വചനവും ക്രിസ്തു സംഭവം എന്ന ചരിത്ര സംഭവം തമ്മിലുള്ള ആന്തരിക പൊരുത്തം ആവശ്യമായിരിക്കുന്നത്. പീഡാനുഭവ വിവരണത്തിന്റെ ഘടനയ്ക്ക് മാത്രമല്ല, പൊതുവെ സുവിശേഷങ്ങൾക്കെല്ലാം അത് നിർണായകമാണ്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ അന്തസത്തയാണ് പഴയ നിയമത്തിലെ വചനവും ചരിത്രത്തിൽ ഉണ്ടായ ക്രിസ്തു സംഭവം തമ്മിലുള്ള ആന്തരിക പൊരുത്തം. അവിടെ യാതൊരുവിധ വൈരുദ്ധ്യവുമില്ല. വൈരുദ്ധ്യമുണ്ടെന്നാണ് പലരും പഠിപ്പിക്കുന്നത്. അവർക്ക് വചനം അറിയാത്തത് കൊണ്ടും ഇത് തമ്മിൽ ഈ പൊരുത്തം കണ്ടുപിടിക്കാത്തത് കൊണ്ടുമാണ്. പീഡാനുഭവ സംഭവത്തിന്റെ ഘടന മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ ഘടന നിർണയിക്കുന്നത് വചനവും സംഭവവും തമ്മിലുള്ള ആന്തരിക പൊരുത്തമാണ്. വചനം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ വചനം, സംഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സംഭവം, നസ്രത്തിൽ യേശു സംഭവിച്ചത്. ഇത് തമ്മിലൊരു ആന്തരിക പൊരുത്തമുണ്ട്. പഴയ നിയമം എന്ന വിശുദ്ധ ലിഖിതങ്ങളിലെ വചനവും യേശുവിന്റെ പീഡാനുഭവം, മരണം, തിരുവുത്ഥാനം എന്ന സംഭവവും തമ്മിലുള്ള പൊരുത്തം അത് തിരിച്ചറിയണം. ഇതില്ലാതെ സഭയുടെ ഉത്ഭവം തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. സഭയുടെ സന്ദേശം ഇല്ലേ, നേടിയതും നേടിക്കൊണ്ടിരിക്കുന്നതുമായ അതിന്റെ വിശ്വസനീയത, ചരിത്ര പ്രാധാന്യം, വചനത്തിന്റെ പൊരുള്, ചരിത്ര സംഭവം തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് ഇതെല്ലാം വെളിപ്പെടുന്നത്. വചനത്തിന്റെ പൊരുളും ചരിത്ര സംഭവം തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, സഭയുടെ ഉത്ഭവം, സഭയുടെ സന്ദേശം, അത് നേടിയതും നേടിക്കൊണ്ടിരിക്കുന്ന അതിന്റെ വിശ്വസനീയത, ചരിത്ര പ്രാധാന്യം, ഇതെല്ലാം തിരിച്ചറിയുന്നത്, ഗ്രഹിക്കാൻ പറ്റുന്നത് വചനത്തിന്റെ പൊരുളും ചരിത്ര സംഭവം തമ്മിലുള്ള ആന്തരിക ബന്ധം തിരിച്ചറിയുന്നതിലൂടെയാണ്, ആന്തരിക പൊരുത്തം തിരിച്ചറിയുന്നതിലൂടെയാണ്. എവിടെ ഈ ബന്ധത്തിന്റെ കണ്ണുകൾ അറ്റുപോകുന്നുവോ അവിടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ തകരും. ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഫരീദാബാദിലും സംഭവിക്കുന്നത്, അതിന് നേതൃത്വം നൽകുന്ന മെത്രാന്മാർക്കും സംഭവിക്കുന്നത്. അതായത് അടിത്തറയില്ല, അവർക്ക് അടിത്തറയില്ല. വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ അവർ മാന്തി പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം പഴയ നിയമം അവിടെയുള്ളത് ഭീകരനായ ഒരു ദൈവമാണ്, ക്രൂരനായ ദൈവം, യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവം. എന്തുമാത്രം അജ്ഞതയാണ് ഈ വേദശാസ്ത്രികളും ഈ പറഞ്ഞ ഈ പഴയ നിയമം വേണ്ട എന്ന് വാദിക്കുന്ന ആളുകളും ചെയ്യുന്നത്. എന്നിട്ട് പഴയ നിയമത്തിന് പകരം അവരെന്താ വയ്ക്കുന്നത്? ഭഗവത്ഗീത. യുദ്ധമല്ല അല്ലേ? ഭഗവത്ഗീത യുദ്ധമല്ല.
ഇല്ലേ, ബന്ധുക്കളൊക്കെ കൊല്ലാനായിട്ട് ദേവന്റെ രൂപത്തിൽ വന്ന ആൾ പറയുന്നതാണ് ഭഗവത്ഗീത. പഴയ നിയമം മുഴുവൻ യുദ്ധമാണെന്ന് പറയുന്നവര് ഈ ഭഗവത്ഗീത വായിക്കാനാണ് ആവശ്യപ്പെടുന്നത്. എറണാകുളത്ത് ഈ ഇല്ലേ ഭാരതീയ പൂജ, മിനി മാസ്, ചെറിയ കുർബാന, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഖുറാൻ, എന്താണ് ഖുറാൻ? ഖുറാൻ എന്താണ്? ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല എന്താണ് ഖുറാൻ എന്ന്. അവിശ്വാസികളായ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കൊല്ലുന്നവരൊക്കെ അതും കഴുത്തറുത്ത് കൊന്നാൽ നേരെ സ്വർഗത്തിൽ പോകുമെന്നും 70 ഹൂറിമാര് കിട്ടുമെന്നും പറയുന്നതാണ് പുസ്തകം. പഴയ നിയമം മുഴുവൻ ഭീകരവാദവും യുദ്ധവുമാണെന്ന് വ്യാഖ്യാനിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും മുന്നേറ്റക്കാരും പകരമായിട്ട് വായിക്കാൻ പറയുന്നത് ഭഗവത്ഗീതയും ഖുറാനുമാണ്. എന്ത് വിവരമുണ്ട് അവർക്ക്? അതിനെ പിന്തുടരുകയാണ് ഫരീദാബാദ് മെത്രാൻ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് വിവരമുണ്ട്? ഈ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമാണത്. പഴയ നിയമത്തിലെ വചനത്തിന്റെ പൊരുളുകൾ തിരിച്ചറിഞ്ഞിട്ട് ആ വചനങ്ങളിലാണ് ക്രിസ്തു സംഭവത്തെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ ഉള്ളതെന്നും ക്രിസ്തു സംഭവവും ഈ വചനം തമ്മിൽ പൊരുത്തവുമുണ്ടെന്നും ക്രിസ്തുവിന്റെ രഹസ്യങ്ങൾ അവിടെയാണ് ആദ്യം വെളിപ്പെട്ടത്. അതിനാൽ ആ വചനങ്ങൾ കൊണ്ട് വേണം ക്രിസ്തു സംഭവത്തെ വ്യാഖ്യാനിക്കാനെന്ന് കർത്താവ് ഈശോ പറഞ്ഞ കാര്യം അംഗീകരിക്കണമെന്നാണ്. അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇവര് പഴയ നിയമ വായന വായിക്കില്ലേ. അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പകരം ഭഗവത്ഗീതയും ഖുറാനും വായിക്കാൻ നടക്കുന്നു. യുദ്ധങ്ങളില്ലാത്ത പുസ്തകങ്ങളാണല്ലോ അത് രണ്ടും. ഭയങ്കര സമാധാനമാണ് ഭഗവത്ഗീതയിലും ഖുറാനിലും. പിന്നെ ഇത് നമുക്ക് തോന്നും ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെന്ന്. അല്ല, എന്തുകൊണ്ട് അവർ ബേമ ഉപയോഗിക്കാത്തത്? വചന ശുശ്രൂഷയുടെ വേദിയാണ് ബേമ. കർത്താവീശോമിശിഹ ഈ എമ്മാവസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്യാണ്. അപ്പോഴാണ് വചനം വ്യാഖ്യാനിച്ചത്. വഴിയിൽ വെച്ചാണ് വചന വ്യാഖ്യാനം. ബേമയിലേക്ക് സുവിശേഷം കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ കുർബാനയിൽ ബേമയിൽ ലത്തിൻ കുർബാനയിലും ഉണ്ട്. കുർബാനയിൽ ഈ ബലിപീഠത്തിൽ നിന്നും സുവിശേഷവുമായിട്ട് ബേമയിലേക്ക് ഒരു പ്രദക്ഷിണമുണ്ട്. ജെറൂസലമിൽ നിന്നും എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ കൂടെയാണ് കർത്താവ്. എന്നിട്ട് വചനം പങ്കുവെക്കുന്നത് വഴിയിലാണ്. അതാണ് ബേമ. അത് കഴിഞ്ഞിട്ട് ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ കൂടെ വസിച്ചാലും കർത്താവ് ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ചാണ് കുർബാന. അതാണ് ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ യാത്ര നടത്താൻ അവർ തയ്യാറല്ല. സ്ക്വാക്വാൻ എന്ന് പറഞ്ഞൊരു വഴിയുണ്ടല്ലോ, ഈ മധുബഹയിൽ നിന്നും ബേമയിലേക്കുള്ള കെസ്രോമയിലുള്ള വഴി. ആ സ്ക്വാക്വാനിൽ നടക്കാൻ ഇവർ തയ്യാറല്ല. അതായത് ജെറൂസലമിൽ നിന്നും എമ്മാവസിലേക്ക് നടക്കാൻ അവർ തയ്യാറല്ല. തിരിച്ചു നടക്കാനും തയ്യാറല്ല. നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് ഒരു വിരുന്നുണ്ണണമെന്നാണ് ഇവർ പറയണത്. ഈ വചന വിരുന്ന് വഴിയിൽ വെച്ചാലുള്ള വചന വിരുന്ന് കൊടുക്കാൻ അവർ തയ്യാറല്ല. ആ വചന വിരുന്ന് കഴിഞ്ഞ് രഹസ്യത്തിലേക്ക് കടക്കാൻ അതും അവർ തയ്യാറല്ല. പഴയ നിയമത്തിന്റെ വചനത്തിൽ നിന്നും ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് കടക്കണം. ഇതാണ് ബലിപീഠത്തിലേക്കുള്ള പ്രവേശനം. ഇതൊന്നും ചെയ്യാൻ അവർ തയ്യാറല്ല. അപ്പൊ ഇതൊക്കെ ഒരു വെറും ആചാരത്തിന്റെ കാര്യമെന്നാ പറയണേ. അതുതന്നെയാണ് പ്രശ്നം. വചനത്തെ വെളിപാടിന് വെറും ആചാരമായിട്ട് അവർ മാറ്റുകയാണ്. ഇതുതന്നെയാണ് പെന്തക്കോസ്തക്കാരുടെ പ്രശ്നം. അവർ വചനൊക്കെ ഗംഭീരം പറയും, പക്ഷേ ആചാരങ്ങൾ വേണ്ടെന്നാണ്. വചനമായി നിന്നാൽ മതിയോ? അത് സംഭവമായി മാറണ്ടേ? വചനം സംഭവമായി മാറുന്ന നിമിഷത്തെയാണ് കൂദാശ എന്ന് പറയണേ. അപ്പൊ CP പോലുള്ള ചോദിക്കും, കൂദാശ എന്നുള്ള വാക്ക് എവിടെയാണുള്ളത്? കൂദാശ സുറിയാനി വാക്കാണ്. CP ഹീബ്രു ബൈബിള് സുറിയാനിലേക്ക് തർജ്ജമ ചെയ്തു. ഖാദോഷ് എന്നാണ് ഹീബ്രു, സുറിയാനി കൂദാശ. അപ്പൊ ഞങ്ങൾ സുറിയാനിക്കാർ കൂദാശ എന്ന വാക്ക് പറയുമ്പോൾ എവിടെയാണ് കൂദാശ എന്ന വാക്കെന്നാ ചോദിക്കുന്നത്? മാർ പാപ്പ എന്ന് പറഞ്ഞാൽ അത് സുറിയാനി വാക്കാ. CP പോലുള്ള പെന്തക്കോസ്തക്കാർക്ക് അത് മാർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അവർക്ക് മാർ എന്ന് വെച്ചാൽ മോശാർത്ഥമാണ്. മാർ സുറിയാനി പറയുമ്പോൾ ഇംഗ്ലീഷ് കേൾക്കുകയും ഇംഗ്ലീഷ് പറയുമ്പോൾ സുറിയാനി കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ ആരെയും ഫാദർ എന്ന് വിളിക്കരുത്. ഓഫ് ദ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ ഗാന്ധിജിയെ? ഫാദർ എന്ന് വിളിച്ച പ്രശ്നമാവില്ലേ? നമ്മൾ നിങ്ങളുടെ സ്വന്തം അപ്പൻ എന്താ പറയുക? ഫാദർ എന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ടായിരിക്കും ഡാഡി എന്ന് വിളിക്കണം അല്ലേ? ഡാഡി പപ്പ എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെയാണോ? അല്ല, അർത്ഥം ഫാദർ എന്ന് തന്നെയല്ലേ? അപ്പൊ ദൈവപിതാവിന്റെ സ്ഥാനത്ത് ഫാദർ എന്ന പാടില്ലെന്നേ ഉള്ളൂ. ഏലിയ പ്രവാചകനെ ഏലീഷ പ്രവാചകൻ ഫാദറിനെ വിളിച്ചേ എന്താ കാര്യം? ഗുരുക്കന്മാരെ ഫാദറിനെ വിളിക്കുക. ശിഷ്യന്മാരെ പ്രവാചക പുത്രന്മാർ നിങ്ങൾ കാണും. പ്രവാചക പുത്രന്മാർ എന്ന് വെച്ചാൽ പ്രവാചകൻ ഇല്ലേ ബയോളജിക്കൽ മക്കളല്ല, മറിച്ച് സ്റ്റുഡൻസിനെ
അതായത് ഏലിയ പ്രവാചകന് ഗിൽഗാലിലും ബഥേലിലും യെറിഹോയിലും കലാലയം ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകൻ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവാചക കലാലയങ്ങള്. ആ കലാലയത്തിലെ സ്റ്റുഡൻസിനെ വിളിക്കുന്ന പേരാണ് പുത്രന്മാര്. അതായത് ഗുരുശിക്ഷ ബന്ധം എന്ന് പറഞ്ഞാൽ പിതാപുത്ര ബന്ധമാണ്. അതേ ബന്ധമാണ് ഇടവക്കാരും വികാരിയച്ഛനും തമ്മിൽ. അതുകൊണ്ടാണ് വികാരി അച്ഛൻ, പള്ളിയിൽ അച്ഛൻ, ഫാദർ. അപ്പൊ നിങ്ങൾ ഭൂമിയിൽ ആരെയും ഫാദർ എന്ന് വിളിക്കുക പറഞ്ഞാൽ ദൈവപിതാവെന്ന സ്ഥാനത്ത്, സ്രഷ്ടാവിന്റെ സ്ഥാനത്ത് അത് ആരും കാണരുതെന്നാണ്. അതിന് പകരം ഇവർക്ക് ഇങ്ങനെ ഒരു അർത്ഥം, ഇവരുടെ ഈ സ്റ്റാലിൻ അല്ലെങ്കിൽ ഈ ചൈനയിലെ ഏകഛത്രാധിപതി, അവരെല്ലാം ഏകശില ഭരണം എന്ന് പറയും, ഏകശാസനം. ഒരു വാക്കിൽ ഒരു അർത്ഥം പാടുള്ളൂ. ലോഗോസ് എന്ന വാക്കിന്, ലേഗോ എന്ന വാക്കിന് അത് വരുന്ന 23 അർത്ഥം ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സ്, ബുദ്ധി, വിശേഷ ബുദ്ധി, ഇതൊക്കെ ലോജിക്ക്, യുക്തി, ഇതൊക്കെ ലോഗോസിന്റെ അർത്ഥമാണ്. കമ്പ്യൂട്ടർ, ലോഗോസ് കമ്പ്യൂട്ടർ. നമ്മൾ വചനമെന്ന് തർജ്ജമ ചെയ്യുന്ന ലോഗോസിന് കമ്പ്യൂട്ടറിന് അർത്ഥമുണ്ട്. ആദിയിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ദൈവത്തോടൊപ്പമായിരുന്നു, ദൈവമായിരുന്നു കമ്പ്യൂട്ടർ. അങ്ങനെ തർജ്ജമ ചെയ്യാമത്. ലോഗോസിന് അങ്ങനെ അർത്ഥമുണ്ട്. പക്ഷെ ഇതൊന്നും ഇവർക്ക് മനസ്സിലാകില്ല. കാരണം എന്താ? മലയാളത്തിലാണ് ബൈബിൾ എഴുതിയതെന്നും ഒരു വാക്കിന് ഒരു അർത്ഥമേ ഉള്ളുവെന്നും അവർ വിചാരിക്കുന്നു. ദൈവമാതാവ് നല്ല വാക്കാണത് ശരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ മദർ ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിന്റെ അമ്മ. ദൈവപിതാവിന്റെ അമ്മ എന്ന് ഏതെങ്കിലും കത്തോലിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഏതെങ്കിലും സഭക്കാർ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. CPM ഉള്ള പെന്തക്കോസ്തക്കാർ വിചാരിക്കുന്നത് ദൈവപിതാവിന്റെ അമ്മയാണ് മറിയെന്ന. എന്തൊരു വിവരക്കേടാണത്! അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അതാണ് അതിന്റെ അർത്ഥം. ഓരോ വാക്കിനും ഒരർത്ഥമില്ലേ? ഒരു വാക്കിന് ഒരർത്ഥമാണോ ഉള്ളത്? അപ്പോൾ ഈ എറണാകുളത്തെ പ്രശ്നവും പെന്തക്കോസ്തക്കാരുടെ പ്രശ്നവും ഒന്ന് തന്നെയാണ്. അവർക്ക് ആചാരങ്ങൾ വേണ്ട. കാരണം ഈ വചനം സംഭവമായി മാറുന്നതിന് അവർ അംഗീകരിക്കുന്നില്ല. വചനം സംഭവമായി മാറുന്നതിന് അവർ അംഗീകരിക്കുന്നില്ല. വചനം വചനമായി നിൽക്കണം. ചത്ത വചനം, ജീവിക്കുന്ന വചനം വേണ്ട അവർക്ക്. വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കുർബാന. അത് അത്രയും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ എറണാകുളത്ത് അവർ വിചാരിക്കുന്നത് അച്ഛന്റെ പ്രവൃത്തിയാണെന്നാണ്. അതുകൊണ്ടാണ് അച്ഛന്റെ പ്രവൃത്തി എല്ലാവരും കാണണമെന്ന് വിചാരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതുകൊണ്ടാണ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വൈദികൻ നിൽക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ. അത് ജനങ്ങൾ കാണേണ്ടതല്ല. ആ പ്രവൃത്തിയുടെ ഫലമാണ് ജനങ്ങൾ കാണണ്ടോ, ദിവ്യകാരുണ്യം. ഇതൊന്നും അവർക്ക് മനസ്സിലാകില്ല. കാരണം എന്താ പറയുക, ഈ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കർത്താവിന് കേട്ടു. അതൊരു വചന ശുശ്രൂഷ, ബേമയിലെ വചന ശുശ്രൂഷയാണ്. എന്നിട്ട് ഭവനത്തിൽ കയറിയിട്ടാണ് ഈ ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷ. ബേമയിൽ നിന്നും മധുബകയിലേക്കും ബലിപീഠത്തിലേക്കുള്ള കയറ്റം, തിരിച്ചുള്ള ഈ സുവിശേഷവുമായിട്ടുള്ള യാത്ര, ഇതവർക്കില്ല. അതായത് ഹൃദയം ജ്വലിക്കുകയും കണ്ണ് തുറക്കുകയും ചെയ്യുന്ന രണ്ട് സംഗതികളുണ്ട്. അത് അവർക്കില്ല. രണ്ട് സംഗതികൾ അവർക്കില്ല, ഒന്നേ ഉള്ളൂ. പെന്തക്കോസ്തക്കാർക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും. അതിന് വിമർശിച്ചാൽ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോ കർത്താവിനെ കൊല്ലാൻ നടന്നവരുടെ അതേ പാരമ്പര്യമല്ലേ അത്? നമുക്കതിൽ നിന്ന് ഒരു അത്ഭുതം നമുക്കില്ല. ക്രിസ്ത്യാനികളെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ്. സ്നാപയോനം കൊല്ലപ്പെടുകയായിരുന്നു, യേശു കൊല്ലപ്പെടുകയായിരുന്നു, പത്രോസ് കൊല്ലപ്പെടുകയായിരുന്നു, പൗലോസ് കൊല്ലപ്പെടുകയായിരുന്നു, തോമസിലെ കൊല്ലപ്പെടുകയായിരുന്നു. നിങ്ങള് 34-ാമത്തെ വയസ്സ് തൊട്ട് ഇപ്പൊ എനിക്ക് 62 വയസ്സ്. എല്ലാ ദിവസവും ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ കൊല്ലണമെന്നാണ്. ആ എന്റെ രക്തച്ചൊരിച്ചിലൂടെ അവർക്കൊരു മാറ്റം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രക്തസാക്ഷിയായിട്ട് മരിക്കാനാണ് എല്ലാ ദിവസവും എന്റെ ആഗ്രഹം. എന്നിട്ട് മാണിപ്പറമ്പച്ചനെ കൊല്ലുന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താന്ന് പറയുകയാണ്. മരിക്കാൻ ആഗ്രഹിച്ച എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. രക്തസാക്ഷിയായിട്ട് മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, കഴിഞ്ഞ 34-ാമത്തെ വയസ്സ് തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിൽ എന്തൊരു അവന്റെ മണ്ടത്തരം നോക്കിയാൽ. ഞാൻ അത് പറയുന്നതിന്റെ ചുരുക്കം എന്ന് വെച്ചാൽ, നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരു ധ്യാനം നമുക്ക് പ്രസംഗിക്കുമ്പോൾ ഇല്ലേ, ക്ഷമിക്കണം, പൊറുക്കണം, കാരുണ്യം, അതൊക്കെയാണ് ധ്യാനത്തിൽ പറയണേ. കർത്താവ് അതൊന്നുമല്ല ചെയ്തത്. ഭോഷന്മാരെ, മോശയും പ്രവാചകന്മാരും പറഞ്ഞത് അനുസരിക്കാൻ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് വാർഷിക ധ്യാനം പ്രസംഗിച്ചതാ. അപ്പം സ്ലീഹന്മാർക്ക് മാറ്റമുണ്ടായി. നമ്മുടെ വാർഷിക ധ്യാനവും നമ്മുടെ ധ്യാനഗുരുക്കന്മാരുടെ മിക്ക ധ്യാനഗുരുക്കന്മാരുടെ ധ്യാനം എന്താണ്? ആന്തരിക സൗഖ്യ ധ്യാനം. അത് സൈക്കോളജിയാണ്, തിരുവചനമല്ല. സൈക്കോളജി തെറ്റൊന്നും പറയില്ല. പക്ഷേ സൈക്കോളജി എന്താ പറയണത്? നീ നിന്നെ തന്നെ സ്നേഹിക്കുക. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർത്താവ് അങ്ങനെ നിന്നെ തന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്നാ പറഞ്ഞത്. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടില്ല. അത് സൈക്കോളജിയാണ്. കർത്താവ് പറഞ്ഞത് നീ നിന്നെ തന്നെ പരിത്യജിക്കാനാണ്. അപ്പൊ സൈക്കോളജിക്ക് എതിരാണ് കർത്താവ്. പക്ഷെ സൈക്കോളജിക്കൽ ധ്യാനം, ആന്തരിക സൗഖ്യ ധ്യാനം,
തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല കർത്താവിന്റെ ഊന്നല്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊന്നും ഒരു വൈദികന് ചേർന്നതല്ല, ഇതൊന്നും അല്ല ഞങ്ങളുടെ ധ്യാനഗുരുക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അവിടെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനാണ്. കാരണം എന്താ? നീതിയില്ല, ന്യായമില്ല, ധർമ്മമില്ല, ക്ഷമിക്കലും പൊറുക്കലും മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവിന്റെ പരിശുദ്ധി അവിടെ ഉണ്ടാകില്ല. ദൈവം കാരുണ്യവാൻ മാത്രമല്ല, അവൻ പരിശുദ്ധനാണ്, നീതിമാനാണ്, ന്യായം നോക്കുന്നവനാണ്. തന്നോട് രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ നീതി നടത്തി കൊടുക്കില്ല എന്നാണ് കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നവർക്ക് നീതി നടത്തി കിട്ടുക. ഇതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അത് സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ചുരുക്കം ഇതാണ്, ഈ വചന പ്രഘോഷണത്തിന്റെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. വചനം ശരിക്കുള്ള വചനം പ്രഖ്യാപിക്കണം, അല്ലാതെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വചനവും ആൾക്കാരെ ആകർഷിക്കുന്ന വചനം മാത്രം പറഞ്ഞാൽ പോരാ. അതല്ല കർത്താവിന്റെ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന തെറ്റൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തന്നെ തിരുത്താം. ഞാൻ ഇത്രയും പറഞ്ഞത്, ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പൊരുത്തം, ആന്തരിക പൊരുത്തം. പഴയ നിയമം ഭീകരവാദിയായ യുദ്ധപതിയനായ ദൈവമാണെന്നൊന്നും പറയരുത്. അത് ദൈവനിന്ദയാണ്, അതല്ല ബൈബിള്. അപ്പോൾ കർത്താവ് എന്ന താക്കോല് വെച്ച് നിങ്ങൾ പഴയ നിയമം വ്യാഖ്യാനിച്ച് നോക്കൂ. ഞാൻ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പുസ്തകങ്ങളും വിവിധ സെമിനാരിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും, ബൈബിൾ എല്ലാ പുസ്തകങ്ങളും. എന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളവരും ഇപ്പൊ ഈ എന്റെ വീഡിയോ കേൾക്കുന്നില്ലേ? പറയൂ. എന്നോട് ഞാൻ പോകുന്ന ഒരുപാട് സ്ഥലത്ത്, എത്രയോ രാജ്യങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുന്നു. അവിടെയൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പഴയ നിയമത്തിലെ ദൈവം യുദ്ധപതിയനായ ദൈവമാണ് ചോദിക്കുമ്പോൾ ഞാനൊരു 3-4 ടെക്സ്റ്റ് എടുത്തിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ, ദൈവമേ ഇതാണോ ശരിക്കുള്ള ദൈവം എന്നാണ് അവർ എന്നോട് ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ ആരൊക്കെയോ അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ് പഴയ നിയമം തെറ്റാണെന്ന്. കർത്താവ് പറഞ്ഞത്, മോശയും പ്രവാചകന്മാരും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയം മന്ദീഭവിച്ച ഭോഷന്മാരെ എന്നാണ് അവരെ കുറിച്ച് പറയണേ. നമ്മെക്കുറിച്ച് അത് പറയാതിരിക്കട്ടെ. അതിനാൽ പഴയ നിയമം പഠിക്കുക, പുതിയ നിയമം പഠിക്കുക, യേശു ആരും തിരിച്ചറിയുക. ഞാൻ ആവർത്തിക്കുകയാണ്, ആ പുസ്തകം ചെലവാക്കാൻ വേണ്ടി അത് എഴുതി കഴിഞ്ഞു. നിങ്ങളത് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ യേശുവിനെ കുറിച്ച് കഴിഞ്ഞ 200 കൊല്ലത്തിനുള്ളിൽ ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും നല്ല പുസ്തകമാണ് നസ്രത്തിൽ യേശു. അത് മലയാളത്തിൽ അവൈലബിൾ ആണ്. എത്ര രൂപ വേണം അത് കൊടുത്ത് വാങ്ങിച്ചൊന്ന് വായിക്കാൻ? 2, 3, 4 പ്രാവശ്യം 5 പ്രാവശ്യം വായിക്കേണ്ടി വരും. അത്രയും പണം ചെലവിട്ട് കർത്താവ് ആരും തിരിച്ചറിയാനുള്ള മോഹം നമുക്കില്ലേ? യേശു ആരെന്ന് അറിയണ്ടേ അവനെ സ്നേഹിക്കാൻ? പ്ലീസ്, ഒരല്പം പണം ചെലവിട്ട് അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല പുസ്തകങ്ങളൊന്നും വായിച്ച് പല പ്രാവശ്യം വായിച്ച് എന്നിട്ട് ആരാന്ന് തിരിച്ചറിയൂ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, സ്വർഗത്തിൽ പോകാൻ ഇത് വേണോ? സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമല്ലല്ലോ, ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലേ? സ്വർഗത്തിൽ പോകാൻ വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഈ ഭൂമിയിൽ ദൈവം നമ്മെ അയച്ചപ്പോൾ അവനെ ഇവിടെ വെച്ച് അറിയുക എന്നും അറിഞ്ഞത് പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യം നമുക്കില്ലേ? നിങ്ങൾ ലോകം ഒന്നും പോയിട്ട് ഞാൻ പഠിപ്പിച്ച കാര്യം പഠിപ്പിക്കാനല്ലേ കർത്താവ് പറഞ്ഞത്? നിത്യജീവൻ പ്രാപിക്കാനാ പറഞ്ഞേ. അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് നിത്യജീവൻ കിട്ടും. അത് കിട്ടാതിരിക്കുക ചെയ്യട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കർത്താവിനെ അറിയുക, അറിഞ്ഞത് പ്രഘോഷിക്കുക. ഇതാണ് നമുക്കുള്ള ദൗത്യം. അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ്, പഴയ നിയമവും വചനം, യേശു എന്ന സംഭവം, ക്രിസ്തു സംഭവം, അത് തമ്മിലുള്ള ആന്തരിക പൊരുത്തം പഠിക്കാൻ തയ്യാറാകണം. അതിൽ ചില മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദയവായി ഉൾക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.